ഹലോ, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് ചെയ്തത് 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു. ആ എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ എപ്പിസോഡ്. ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റും. കാണാത്തവരാണെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും, താല്പര്യമുള്ളവർക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ്. അപ്പോൾ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വർഷ കോൾ ചെയ്യുന്നതും ശ്രീകാന്ത് അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വർഷയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയാണ്, അല്ല ശ്രീകാന്ത് എന്തായിരിക്കും തൻ്റെ കോള് എടുക്കാത്തത് എന്നിങ്ങനെ വർഷ ചിന്തിക്കുകയാണ്. അതേസമയം തന്നെ ശ്രീകാന്തിൻ്റെ ഒരു സുഹൃത്ത് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല ശ്രീകാന്ത്, ഇത് ആരെ വിളിക്കുന്ന, ആ പെൺകുട്ടിയാണോ നിന്നെ കാണാൻ എപ്പോഴും വരുന്ന? അതേന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്താ കോൾ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ എന്തായാലും കോൾ എടുക്ക്, അതൊന്നും ശരിയാവില്ല എന്ന് ശ്രീകാന്ത് പറയുകയാണ്. അടുത്ത സീനിൽ പിന്നെയും വർഷേനെ കാണിക്കുകയാണ്. എന്നാലും ശ്രീകാന്ത് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, എന്തായാലും റെസ്റ്റോറൻറ്റിലേക്ക് എന്നെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വർഷ വിളിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ബില്ലിംഗ് സെക്ഷനിലേക്ക് വിളിക്കുന്നു. ഓണറാണെന്ന് തോന്നുന്നു, കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെഫ് ശ്രീകാന്ത് ഇല്ലേന്ന് ചോദിക്കുകയാണ് വർഷ. ഉണ്ട്, കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഓണർ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്ത് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്താന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ്, അല്ല തനിക്കൊരു കോൾ വന്നിട്ടുണ്ട്, വർഷ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ വിളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് വേഗം തന്നെ പറയും, അയ്യോ ഞാനില്ലയെന്ന് പറഞ്ഞേക്കാം, ആര് വിളിച്ചാലും ഞാനില്ലയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ അയാളും ശ്രീകാന്ത് ഇവിടെ ഇല്ലയെന്ന് വർഷയോട് പറയുകയാണ്. പക്ഷേ വർഷയ്ക്ക് മനസ്സിലായി ശ്രീകാന്ത് അവിടെ ഉണ്ട് എന്നുള്ളത് വർഷയ്ക്ക് ഉറപ്പായിട്ടോ. അപ്പോൾ പലർക്കും ഇതിൻ്റെ മുൻപത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് തോന്നും എന്തുകൊണ്ടായിരിക്കുള്ളൂ ശ്രീകാന്ത് വർഷനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന്. വേറൊന്നുമല്ല, വർഷ ആരുടെ മകളാണ് എന്നുള്ളത് ശ്രീകാന്ത് തിരിച്ചറിയാണ് കേട്ടോ. അപ്പോൾ അച്ഛനായിട്ട് ആ പ്രശ്നമുള്ള ആ ഓഫീസറിൻ്റെ മകളാണെന്ന് ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശ്രീകാന്ത് കുറച്ച് പിന്നോക്കം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ്, എടാ തനിക്ക് എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ താ ഫോൺ എടുക്കാത്ത, ആ പെൺകുട്ടി വിളിച്ചിട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ്, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന് പറയാം കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ രേവതിനെയും കൂട്ടി രേവതിയുടെ അമ്മ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അയൽവക്കക്കാരൊക്കെ ചോദിക്കുകയാണ്, അല്ല എന്തു പറ്റി ഇന്ന് രേവതിയെ കൂട്ടിയിട്ട് വന്നത്, രേവതി നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയുകയാണ്, അത് പിന്നെ ഇപ്പോൾ ആടിമാസം അല്ലേ, കർക്കിടക മാസമായിട്ട് ചെക്കനും പെണ്ണും ഒരുമിച്ചൊരു വീട്ടിൽ നിൽക്കാൻ പാടില്ലാത്തത് കാരണം കൂട്ടിക്കൊണ്ടു വന്നതാണ് ചടങ്ങിനെന്ന് പറയുകയാണ്. അങ്ങനെ അയൽവക്കക്കാർ പറയുകയാണ്, ആ സമ്പ്രദായമൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ, അത് ഈ പിള്ളേരുടെ കാര്യത്തിൽ നോക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ സമ്പ്രദായം ഇല്ലേ എന്നൊക്കെ അമ്മയും പറയുകയാണ് കേട്ടോ. ആ സമയത്ത് പലരായിട്ട് ഇങ്ങനെ കളിയാക്കാണ്. അങ്ങനെ സമ്പ്രദായത്തിൻ്റെ പേരിൽ ഈ പയ്യനെയും പെൺകൊച്ചിനെയും പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് തൊട്ടിൽ കെട്ടാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതിക്കും നാണം വരുന്നുണ്ട്. രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂ എന്ന് പറയും. അങ്ങനെ രേവതി പുറത്തുനിന്ന് സംസാരിക്കുന്നത് ഗജാനന്ദൻ്റെ മറ്റേ ഗുണ്ടകൾ, ആ പലിശക്കാരൻ്റെ ഗുണ്ടകൾ കാണുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്നതും ഇവന്മാർ മാറി നിന്നിങ്ങനെ നോക്കുകയാണ്, രേവതി മാത്രമേ ഉള്ളൂല്ലോ, ഇന്ന് സച്ചി ഇല്ലല്ലോ, ഇവളൊറ്റയ്ക്കാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ മാറി നിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സ്ത്രീകളൊക്കെ നമ്മുടെ രേവതിനെ കളിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ, നീ കണ്ടോ, എന്തായാലും സച്ചി വന്നിട്ട് നിന്നെ കാറിൽ തൂക്കിയിട്ടുണ്ട് പോകും, ഉറപ്പായിട്ടും പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാ രേവതിനെയും കൂട്ടിയിട്ട് അമ്മ അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ഈ പലിശക്കാരൻ്റെ ഗുണ്ട കണ്ടല്ലോ, ഗജാനന്ദൻ്റെ ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും കൂട്ടത്തിൽ സച്ചി ഇല്ല, സച്ചി എന്ന് നമ്മുടെ മുതലാളിനെ അടിച്ചതാണല്ലോ, എന്തായാലും ഇന്ന് രേവതി മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത് മുതലാളിനെ വിളിച്ച് പറഞ്ഞേക്കാം, എന്തായാലും അവന് കൊടുക്കാനായിട്ടുള്ളത് ഇന്ന് തന്നെ കയ്യോടുകൂടി കൊടുത്തേക്കാം എന്ന് പറയാം കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ രേവതി അകത്തേക്ക് കയറാൻ കേട്ടോ. അപ്പോൾ രേവതിനെ കണ്ടതും അനിയന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എടാ നീ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ പറയുകയാണ്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അനിയത്തി പറയുകയാണ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എപ്പോൾ നോക്കിയാൽ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പാണ് ചേച്ചി, വെറുതെ പറയുന്നത് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അനിയനും അനിയത്തിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയാണ്. നീയാണോ കാണുന്നത്, നീ കണ്ടോ ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബത്തിലും ഉള്ളത് പോലെ തന്നെ. അങ്ങനെ രേവതി പറയുകയാണ്, ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ തല്ലുപിടിക്കാനൊന്നും നിൽക്കണ്ട, നേടാ നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ട് വേണം അമ്മയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കാനായിട്ട്, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നിങ്ങനെ രേവതി ഉപദേശിക്കുകയാണ് കേട്ടോ. അതിനുശേഷം രേവതിയുടെ അമ്മ അനിയനോട് പറയണേ, എടാ നീ പോയിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ, അപ്പോൾ നീ പോയിട്ട് എടുത്തുകൊണ്ട് വന്നാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ അനിയൻ പോവുകയാണ്. അനിയത്തിയോട് ചായ ഇട്ടിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അനിയത്തിയും വിടുകയാണ് കേട്ടോ. ആ സമയത്ത് രേവതി ആണെങ്കിൽ അമ്മയുടെ മടിയിൽ കയറി കിടക്കുകയാണ് കേട്ടോ.
അങ്ങനെ രേവതിയുടെ തലയിൽ ഇങ്ങനെ തലോടുകയാണ് അമ്മ. എന്നിട്ട് രേവതിയോട് പറയുകയാണ്, എന്തായാലും ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു മോളെ, കുറേ നാളായിട്ട് നീയും അതുപോലെ തന്നെ മരുമകനും കൂടെ നല്ലൊരു ജീവിതം ഉണ്ടാവോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ വിഷമിക്കുകയായിരുന്നു. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം തുടങ്ങിയെന്ന് നീ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കിപ്പോൾ പഴയതുപോലെയല്ല, ഭയങ്കര മനസ്സമാധാനം തോന്നുന്നുണ്ട്. എന്നാലും ഒരു ചെറിയ വിഷമമുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, അല്ലമ്മേ എന്തിനാ അമ്മ വിഷമിക്കുന്നത്? അല്ല മോളെ, വേറൊന്നുമല്ല, നിങ്ങളൊരു ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ കർക്കിടക മാസമായി, അതിന് മോളെയും അതുപോലെ തന്നെ മരുമോൻ്റെ അടുത്തുനിന്ന് പിരിച്ചുകൊണ്ട് വരേണ്ടി വന്നു, അതിൻ്റെ ഒരു വിഷമം മാത്രം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട അനിയത്തി പറയുകയാണ് കേട്ടോ, ഓ അപ്പോൾ ചേച്ചി വീട്ടിൽ വന്നത് അമ്മയ്ക്ക് അത്ര പിടിച്ചില്ല എന്നാണോ അമ്മ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, എടി നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും അല്ല പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രേവതിയുടെ അനിയത്തി പറയുകയാണ്, അമ്മ പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, ചേച്ചിക്ക് ഒരു ഭാവി ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ലേ അമ്മ ഈ പറയുന്നത്. അപ്പോഴത്തേക്കും അമ്മ ചോദിക്കുകയാണ്, എടി നീക്കിതൊക്കെ എങ്ങനെ അറിയാം? അപ്പോഴേക്കും അനിയത്തി പറയാണ്, പിന്നെ ഇതൊക്കെ അറിയാൻ വേണ്ടി PhD എടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ, എനിക്കും അറിയാം എല്ലാത്തെക്കുറിച്ചും എന്ന് പറയാം കേട്ടോ. അല്ല അമ്മയ്ക്ക് ഇത്ര വിഷമമാണെങ്കിൽ വേണമെങ്കിൽ ചേച്ചിനെ ഇപ്പം തന്നെ തിരിച്ചുകൊണ്ടൊന്നാക്കാം, അതിനും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ്, നീ ഓരോന്നൊക്കെ പറയല്ലേ, ഇവളുടെ അമ്മായിയമ്മ ഇതിനു വേണ്ടിയിട്ടാണ് രാത്രി 2 മണിയായപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞത്, കർക്കിടക മാസമാണ് അതുകൊണ്ടിട്ട് ഇവളെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് അവരാണ്. ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചെങ്ങാനും കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ അവരിട്ടേക്കില്ല, നിനക്ക് അറിയാലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറയാണ്, ആമേ ഞാനും അതാണ് ആലോചിക്കുന്നത്, ഇത്ര കാര്യമായിട്ട് കർക്കിടക മാസം, അത് എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ നോക്കുന്നത് എന്താണെന്ന് ഞാനും ചിന്തിക്കുകയാണ്. അല്ലമ്മ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങി ഒരുപാട് ജോലി എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, എല്ലാ സാധനങ്ങളും എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച് വെക്കാണ്. അപ്പോഴൊന്നും എനിക്ക് കാര്യം മനസ്സിലായില്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായത്, ഓ ഇതായിരുന്നു കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നത് വരെയുള്ള പണികളൊക്കെയാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിയുടെ അനിയത്തി പറയാണ്, എൻ്റെ പൊന്ന് ചേച്ചിക്ക് എന്നെ തോന്നുന്നില്ല ഇതൊക്കെ ഭയങ്കര ഓവറായിട്ട്? ചേച്ചി എന്താ ആ വീട്ടിലെ വേലക്കാരിയാണോ? ആ വീട്ടിൽ ചേച്ചി മാത്രമല്ലല്ലോ മരുമകളായിട്ടുള്ളത്, വേറൊരു പെണ്ണും കൂടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും രേവതി പറയാണ്, എന്ത് ആ പെൺകൊച്ചോ? അത് എഴുന്നേറ്റ് വരുന്നത് തന്നെ 10 മണിക്കാണ്, അത് പാർലറിൽ പോയിട്ട് നിന്ന് ഒരുപാട് വേല ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. മാത്രമല്ല അത് പണക്കാർ വീട്ടിലെ പെണ്ണല്ലേ, ഇനിയിപ്പോൾ അത് 10 മണിക്ക് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ പൊരിച്ചതോ ഓയിലിൽ പൊരിച്ചതോ ആയിട്ടുള്ള ഒന്നും അത് കഴിക്കൂല, ജ്യൂസൊക്കെ അത് കുടിക്കുകയുള്ളൂ. അപ്പോഴേക്കും രേവതിയുടെ അനിയത്തി ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ആ പെണ്ണിനും കൂടി ഉള്ളത് ചേച്ചിയാണ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, പിന്നല്ല അത് എന്ത് ചെയ്യാനായിട്ടാ, അവർക്കും കൂടെ ഉള്ളത് ഞാൻ ഉണ്ടാക്കും. അപ്പോഴേക്കും രേവതിയുടെ അമ്മ പറയണം, ആ പെൺകൊച്ചിനൊന്നും പറയണ്ട, അത് അമ്മയില്ലാത്ത പെൺകുട്ടിയല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ് കേട്ടോ. മാത്രമല്ല പണക്കാരി പെൺകൊച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അനിയത്തി ചോദിക്കുകയാണ്, അമ്മയും കൂടെ സപ്പോർട്ട് ചെയ്യും, അത് പോരാഞ്ഞിട്ട് അമ്മ എന്താ പറഞ്ഞത്, കർക്കിടക മാസത്തിന് രേവതി വീട്ടിലേക്ക് പോകുന്നത് പോലെ ഇങ്ങോട്ടേക്ക് പോരാനേട്ടോ. എൻ്റെ പൊന്നമ്മേ, ഇനി ഇതിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെയും കൂടി ഇരുത്തിയിട്ട് നമ്മളെല്ലാവരും കൂടെ അതിന് വേല ചെയ്ത് കൊടുക്കണമായിരിക്കും അല്ലേ അമ്മയെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയുകയാണ്, എടി അതും അറിവില്ലാത്തതുകൊണ്ട് പറയണമായിരിക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രേവതിയുടെ അനിയത്തി പറയുകയാണ്, പിന്നെ ഭയങ്കര അറിവില്ലാത്തവർ, എന്തായാലും ചേച്ചിനോട് ചോദിച്ചതല്ലേ സഹതാപ കല്യാണം വരുന്നില്ലേ ചേച്ചിയുടെ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതല്ലേ, അപ്പം തന്നെ അറിയാലോ അതിൻ്റെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന്. മാത്രമല്ല ചേച്ചി വീട്ടിലേക്ക് പോരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ മുഖത്തിന് വന്ന മാറ്റം അമ്മ കണ്ടതല്ലേ. അപ്പോഴേക്കും രേവതി പറയാണ്, എടി എന്നോട് എൻ്റെ അമ്മായിയമ്മ പറയണ അത്രയൊന്നും ആ പെണ്ണ് പറയുന്നില്ല, എൻ്റെ അമ്മായിയമ്മ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആ പെണ്ണൊന്നും തന്നെ പറയുന്നില്ല എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, എന്തായാലും മരുമകൻ നിനക്കെപ്പോഴും സപ്പോർട്ടാണല്ലോ, സച്ചിൻ നിനക്കെപ്പോഴും സപ്പോർട്ടായിട്ട് ഇന്ന് സംസാരിക്കുന്നത് കൊണ്ട് ഇനി ചിലപ്പോൾ ഒരു പക്ഷേ നിൻ്റെ അമ്മായിയമ്മ അത്രയധികം കിടന്ന് കളിക്കില്ലായിരിക്കും എന്ന് പറയാം കേട്ടോ. മോളെ രേവതി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ആ പെൺകൊച്ച് എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ കൂടെ നീ അതിൽ ഏറ്റുപിടിക്കാനൊന്നും നിൽക്കണ്ട, നീ അത് വിട്ടുകൊടുത്തേക്കെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അനിയത്തി പറയാണ്, അത് ശരിയാണ്, എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ വിട്ടുകൊടുത്തോ, അതിൻ്റെ സംസാരം കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ അത് ഏത് ടൈപ്പ് ആളാണെന്നുള്ളത്. ചേച്ചി അതിനോടധികം മിണ്ടാനൊന്നും പോകണ്ട, അത് അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയാട്ടോ അനിയത്തി. അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രേനെയും അതുപോലെ തന്നെ ശ്രുതിനെയാണ് കാണിക്കുന്നത്. ചന്ദ്ര വന്നിട്ട് ശ്രുതിനെ ഉഴിഞ്ഞിടുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാ ആൻറ്റി ഇങ്ങനെ കുഴിയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, അത് പിന്നെ എല്ലാ കണ്ണുകളും മോളുടെ അടുത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ രേവതിയുടെ അമ്മ വന്നില്ലേ, അവളുടെ കണ്ണ് പെട്ടാൽ തന്നെ എല്ലാം കരിഞ്ഞു പോകും, ദൃഷ്ടിദോഷം ഉണ്ടാവും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ആൻറ്റി ഇങ്ങനെ ഉഴിയുന്നത്. എന്തായാലും മോള് തുപ്പെന്ന് പറഞ്ഞുകൊണ്ട് തുപ്പിക്കുകയാണ് കേട്ടോ. ഈ ദൃഷ്ടി ഒഴിയുന്നതിൽ തുപ്പിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറയാണ്, ആൻറ്റി എനിക്കും തോന്നി ആ രേവതിയുടെ അമ്മയുണ്ടല്ലോ എപ്പോൾ വന്നാലും അതെ ഓരോന്ന് ചൊറിഞ്ഞ് എൻ്റെ വീട്ടിലെക്കുറിച്ചിട്ട് അറിയാനായിട്ടാണ് അവർക്ക് ഭയങ്കര ത്വര, എന്നെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാണ്. അതുമാത്രമല്ല എന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് കൂടെ പറഞ്ഞു.
അപ്പോഴേക്കും ചന്ദ്ര പറയണം, ഓ വലിയ വീട്, ഓ അതൊരു കുടിച്ച റൂമാണെന്നേ, അവിടേക്ക് കാറ്റ് പോലും വീശില്ല, മോളെയൊക്കെ ഞാൻ അങ്ങടേക്ക് വിടുവോ, മോൾ അതോർത്തൊന്നും പേടിക്കൊന്നും വേണ്ട, അതാ പറഞ്ഞത് മോളും സുധിയും സന്തോഷത്തോടുകൂടി കഴിയുന്നതേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോൾ അത് വലിയ കാര്യമൊന്നും ആക്കണ്ടെന്ന് പറയാട്ടോ. പിന്നെ ആ രേവതിനെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടല്ലോ, എന്തായാലും കർക്കിടകം കഴിയുന്നവരെ ഇനിയിപ്പോൾ അവളുടെ ശല്യം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ണിക്കേട് കൊണ്ടാണ് മോളോട് കൂടെ വരാനായിട്ട് അവർ പറഞ്ഞത്, അതിൽ വലിയ കഥയൊന്നും ആക്കണ്ട. പിന്നെ മോക്കറിയാലോ രേവതിനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് അവൾ ആദ്യം ഗർഭിണിയാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും അവളെക്കാളും മുൻപ് മോള് തന്നെ ഗർഭിണിയാവണം, എത്രയും വേഗം എനിക്കൊരു പേരക്കുട്ടീനെ നീ തരണോട്ടോ മോളെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് നാണം വരികയാണ് കേട്ടോ. അടുത്ത സീനിൽ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ വർഷയാണെങ്കിൽ അവിടെ വരികയാണ് കേട്ടോ, റെസ്റ്റോറൻറ്റിൽ വന്ന് നിൽക്കുകയാണ്. വേഗം തന്നെ ശ്രീകാന്ത് വർഷനെ കണ്ടതും വേഗം ഓടി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. കൂട്ടുകാരനോട് പറയുകയാണ്, എടാ ആ പെണ്ണ് വരുന്നുണ്ട്, എന്നോട് കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ ഓക്കെ പറയാണ്. അങ്ങനെ വർഷം അകത്തേക്ക് വരുന്നു. കൂട്ടുകാരൻ്റെ അടുത്ത് വന്നിട്ട് ഷെഫ് ശ്രീകാന്ത് എന്തെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറയുകയാണ്, അതെ അവനെ വിളിക്കായിരുന്നു, പക്ഷെ അവനെ വിളിച്ചപ്പോൾ കേൾക്കില്ല. അപ്പോഴത്തേക്കും വർഷ ചോദിക്കുകയാണ്, എന്താ വിളിച്ചാൽ കേൾക്കാൻ പറ്റാത്തത്, കാതടിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറയണത് കാതടിച്ചു പോയതല്ല, അവനെ ഇപ്പം ഇവിടെ ഇല്ല, വീട്ടിലേക്ക് പോയി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും വർഷ ചോദിക്കുകയാണ്, ഓഹോ വീട്ടിലേക്ക് പോയല്ലേ, ശരി എന്ന് പറയാണ്. അങ്ങനെ വേഗം തന്നെ ബാഗിൽ നിന്ന് വർഷയുടെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി ശ്രീകാന്തിൻ്റെ നമ്പറിലേക്ക് വിളിക്കാനായിട്ടാണെന്ന്. ശ്രീകാന്ത് പോക്കറ്റിലൊക്കെ തപ്പി നോക്കാൻ കേട്ടോ ഫോൺ, പക്ഷേ കയ്യിലൊന്നും ഇല്ല. അങ്ങനെ വർഷ വർഷ ഫോൺ ചെയ്യുന്നു. അപ്പോൾ ബില്ലിംഗ് സെക്ഷൻ്റെ അടുത്താണ് ഈ ഫോൺ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും വർഷ എന്നിട്ട് ഫോൺ മാത്രം എന്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കൂട്ടുകാരനോട്. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറയാണ്, ചിലപ്പോഴേ ഫോൺ എടുക്കാൻ മറന്നു പോയതായിരിക്കുമല്ലോ എന്ന് പറയണം. അപ്പോൾ വർഷ പറയണം, അത് ശരിയായിരിക്കും, ചിലപ്പോഴേ ശ്രീകാന്ത് ഫോൺ എടുക്കാൻ മറന്നു പോയതായിരിക്കും, എന്തായാലും ഞാൻ പോകുന്ന വഴി അങ്ങ് കൊടുത്തേക്കാം എന്ന് പറയാണ്. അപ്പോഴേക്കും കൂട്ടുകാരൻ പറയാണ്, വേണ്ട, എന്തായാലും അവൻ വന്ന് എടുത്തോളൂ, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ കൊടുത്തോളാം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും വർഷ പറയാണ്, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, ഞാൻ എന്തായാലും ആ വഴി തന്നെയല്ലേ പോകുന്നത്, ഞാൻ എന്തായാലും ഈ ഫോണേ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചോളാം, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാന്ന് പറയാം കേട്ടോ. അങ്ങനെ വർഷ ഫോണുമായിട്ട് പോകുന്നത് കാണുമ്പോഴത്തേക്കും കൂട്ടുകാരൻ ഓടിച്ചെന്നിട്ട് പറയണം, അയ്യോ അവൻ്റെ ഫോൺ കൊണ്ടുപോകണ്ട, അവനൊന്നിലേക്ക് വന്നെടുത്തോളും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തോളാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും വർഷ ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാണ് കഷ്ടപ്പെടുന്നത്, എന്തായാലും ഞാൻ പുള്ളിയുടെ വീടിൻ്റെ വഴി കൂടി തന്നെയാണ് പോകുന്നത്, അല്ല ഇന്ന് ഞാൻ പുള്ളീനെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും പുള്ളിയുടെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്, അപ്പോൾ ഞാനത് കൊടുത്താൽ പോരെ, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ആ ഫോണുമായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് വർഷ പോയത് കണ്ടതും നമ്മുടെ ശ്രീകാന്ത് വേഗം തന്നെ ഒളിച്ചിരുന്നോടത്തുനിന്ന് ഓടി വരികയാണ്. എടാ നീ എന്തിനാടാ ഫോൺ കൊടുത്തു വിട്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ്, നീ കണ്ടതല്ലേ, ഞാൻ കൊടുത്തതൊന്നുമല്ല, ആ പെണ്ണ് എടുത്തിട്ട് പോയതാണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയുടെ പിന്നാലെ വർഷ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ് കേട്ടോ. അപ്പോഴേക്കും വർഷ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ വർഷ ശ്രീകാന്ത് വരുന്നത് കാണുന്നുണ്ട്. ശ്രീകാന്തിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു മൈൻഡും ഇല്ലാതെ വർഷ ആ ഫോണുമായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ശ്രീകാന്ത് കുറച്ച് ഓടിയിട്ട് നിൽക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സച്ചി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം തുറന്ന് നോക്കുമ്പോൾ ഉപ്പുമാവ് എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചന്ദ്ര. അപ്പോൾ മരം പോലെ ഇരിക്കുന്ന ഉപ്പുമാവാണ്. അപ്പോഴത്തേക്കും സച്ചി പെട്ടെന്ന് ഓർക്കുന്നില്ല രേവതി പോയത്. അപ്പോഴത്തേക്കും സച്ചി രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ വരികയാണ്. എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന് കാറി പോകുന്നത്, രേവതി ഇവിടെ ഇല്ല എന്നുള്ളത് നിനക്കറിയാലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, അത് ഞാൻ മറന്നുപോയി അച്ഛാ, എന്തായാലും നീ ഭക്ഷണം കഴിക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, ഞാൻ കഴിക്കുന്നൊന്നുമില്ല, മരം പോലെ എന്താണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്കെങ്ങും വേണ്ട, രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഇപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, ഇനിയിപ്പോൾ 1 മാസത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്, രേവതി വരുന്നതിന് മുമ്പ് നിൻ്റെ അമ്മ ഉണ്ടാക്കുന്നതല്ലേ നീ കഴിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം എന്താ ഇത്ര പ്രത്യേകത, അതൊക്കെ ശരിയാണച്ചാ, പക്ഷേ കണ്ണിന് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം വയറിനും ഇഷ്ടപ്പെടില്ല, അതാണ് പ്രോബ്ലം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ താല്പര്യമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം, നീ എന്തായാലും എടുത്ത് കഴിക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, ഇല്ല അച്ഛാ, എനിക്ക് വിശക്കുന്നൊന്നുമില്ല, ഞാനേ കുറച്ച് വൈകിയ ഭക്ഷണം കഴിച്ചത്, അത് കാരണം എനിക്ക് വിശക്കുന്നൊന്നുമില്ല, പിന്നെ ഞാൻ കുറച്ച് പഴം കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് പറയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ശ്രുതി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പിയായിട്ട് അവഴി വരുന്നത്. അപ്പോൾ ഇത് കാണുന്ന സച്ചി, ഈ പെൺകൊച്ചെന്താണ് വീട്ടിലൊന്നും പോയില്ലേ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് ശ്രുതി വീട്ടിലേക്ക് പോകുന്നത്, അവളെന്തിനാണ് എവിടെയെങ്കിലും പോകുന്നത്, അവൾ ഇവിടെ അല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും
സച്ചി വയ്ക്കുകയാണ്, അല്ല കർക്കിടക മാസത്തിൽ ഭാര്യയും ഭർത്താവും ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ വെയിലുള്ള സമയത്താണ് കുഞ്ഞ് ജനിക്കുകയുള്ളൂ, അതിൻ്റെ പേരിലല്ലേ രേവതിനെ കർക്കിടക മാസമാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടത്, അപ്പോൾ ഇവർക്ക് അതൊന്നും ബാധകമല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധി വന്നിട്ട് പറയാണ്, എടാ മലേഷ്യയിൽ എങ്ങനെ പോകാനായിട്ടാടാ, മലേഷ്യയിൽ കർക്കിടക മാസം ഒന്നും ഇല്ലടാ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, മലേഷ്യയിൽ പോകണ്ട, ഇതിക്ക് മുൻപ് കല്യാണത്തിന് മുമ്പ് ഇവരെവിടെയാണ് നിന്നിരുന്നത്, ആ വീട്ടിൽ പോയി നിന്നൂടെ ഇവർക്ക് എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത് കേട്ട ശ്രുതിയും ചന്ദ്രയും ഞെട്ടുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, അല്ലമ്മേ ഇത് ശരിയാണോ, ഒരു മരുമകളെ പിരിച്ചു വെച്ചു, ഒരു മരുമകൾക്ക് യാതൊരു കുഴപ്പമില്ല, അപ്പോൾ കർക്കിടക മാസത്തിൽ കുഞ്ഞ് പറഞ്ഞാൽ ഇവർക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അമ്മ ഒന്നും ചിന്തിക്കുന്നൊന്നില്ലേ, ഇവരൊരുമിച്ച് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര വേഗം തന്നെ ആകെ കൂടെ പതറുകയാണ് കേട്ടോ. ചന്ദ്ര വേഗം തന്നെ ചിന്തിക്കുകയാണ്, ആകെ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, അത് ശരിയാണ്, പാഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല ഒരിടത്തും എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രനോട് സച്ചി പറയാണ്, അമ്മ ഇന്നലെ രാത്രി 2 മണിക്ക് രേവതിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യം പറഞ്ഞതല്ലേ, അപ്പോൾ ഇവിടെയും അതത്ര നിർബന്ധമുള്ള കാര്യം തന്നെയല്ലേ, അമ്മ അതെന്താണ് സുധിയുടെയും ശ്രുതിയുടെയും കാര്യത്തിൽ നോക്കാത്തത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സച്ചിനോട് വേഗം തന്നെ ചന്ദ്ര ചോദിക്കുകയാണ്, ഞാൻ നോക്കിയില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞടാ, നീ കണ്ട ഞാൻ നോക്കിയില്ലേ എന്നുള്ളത്. അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ്, അല്ല ഈ പെൺകൊച്ചി പെണ്ണിൻ്റെ വീട്ടിലോട്ടൊന്നും പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അമ്മ നോക്കിയെന്ന് പറയാൻ പറ്റാമെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, നീ നിൻ്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി, ശ്രുതി നീ എൻ്റെ റൂമിലേക്ക് വാടിയെന്ന് പറയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയണേ, അങ്ങനെ പോയാൽ പറ്റൂലല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രക്ക് മനസ്സിലായി ഇത് ഇടങ്കോലാവുമെന്ന് മനസ്സിലായി. അപ്പോഴേക്കും ചന്ദ്ര വേഗം തന്നെ സച്ചിനോട് പറയാണ്, അവളെ എൻ്റെ റൂമിലാണ് കിടക്കുന്നത്, അല്ലാതെ ശ്രുതിയുടെ റൂമിലല്ല എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, അമ്മേ അതെങ്ങനെ ശരിയാവാ. അപ്പോഴേക്കും ശ്രുതിനോട് ചന്ദ്ര പറയണം, നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറയാണ്. ശ്രുതി നീ ഇന്ന് എൻ്റെ കൂടെ കിടന്നാൽ മതി മോളെ വാന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് ചന്ദ്ര റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ചന്ദ്ര റൂമിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി അച്ഛനോട് പറയുകയാണ്, അച്ഛാ എന്തായാലും ആ പെൺകൊച്ചിൻ്റെ വീട്ടിലോട്ട് ആ പെൺകൊച്ചിന് പോകാൻ പറ്റില്ല, അത് മലേഷ്യയിലാണ്, അമ്മയുടെ വീട് അടുത്തല്ലേ, അമ്മേനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ ചോദിക്കുകയാണ്, അല്ല എന്തിനാടാ അമ്മേനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്, അല്ല അമ്മ ഒന്നും ഇവിടുന്ന് മാറി നിന്നിരുന്നെങ്കിൽ അച്ഛന് ഇച്ചിരി സമാധാനം കിട്ടിയേനെ, അതോർത്തിട്ട് ഞാനങ്ങ് പറഞ്ഞതാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അച്ഛൻ പറയാണ്, നീ വായി തോന്നുന്ന പോലെ പറയാണ്ട് വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സച്ചി അവിടെ നിന്ന് പോകാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ സുധി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സുധീനോട് സച്ചി ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് ഉറക്കമൊന്നുമില്ലേ, നിൻ്റെ ഭാര്യ പോയി നീ കിടന്നുറങ്ങടാ പോ എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ് കേട്ടോ. അങ്ങനെ സുധിയും പോയി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ സച്ചിനെയാണ് അടുത്ത സീരിയൽ കാണിക്കുന്നത്. സച്ചി രേവതിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സച്ചിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അങ്ങനെ സച്ചിയാണെങ്കിൽ കുറേ നേരം തിരിഞ്ഞു മറിഞ്ഞും അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സച്ചി വിചാരിക്കുകയാണ് എവിടെ കിടന്നാൽ ശരിയാവില്ല, എന്തായാലും ടെറസിൻ്റെ മുകളിൽ ചെന്ന് കിടക്കാം എന്ന് പറയാം കേട്ടോ. നമ്മുടെ മലയാളം ചെമ്പനീർ പൂവിലെ ടെറസിൻ്റെ മുകളിൽ കിടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. സിറ്റുവേഷനൊക്കെ ചെറുതായിട്ട് മാറും, കാരണം നമ്മൾ മലയാളികൾ അങ്ങനെ ടെറസിൻ്റെ മുകളിൽ കിടക്കൽ വളരെ അപൂർവമാണല്ലോ. അറിയില്ല കേട്ടോ, കിടക്കോ ഇല്ല എനിക്കറിയില്ല. തമിഴ്നാട്ടിലുള്ള ആളുകളൊക്കെ കൂടുതലായിട്ടും അങ്ങനെ കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സച്ചി ടെറസിൻ്റെ മുകളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ശ്രീകാന്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, നീ ഇതുവരെ ഉറങ്ങിയില്ലേ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഇല്ല, നീ ഫോണും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയാണ്, ഫോണൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, എന്തേ നിൻ്റെ ഫോൺ ചെയ്യാൻ പറ്റാത്തത്, സിഗ്നലില്ലേ ഫോണിനെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയാണ്, എനിക്ക് കിട്ടിയ സിഗ്നൽ ഞാൻ തന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, നിനക്ക് കിട്ടിയ സിഗ്നൽ നീ ഉപേക്ഷിച്ചെന്നോ, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയണേ, ഇല്ല ഞാൻ വെറുതെ ഒരു പാചകം അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ എന്ന് അറിയാൻ കേട്ടോ. അപ്പോൾ സച്ചിനോട് ചോദിക്കുകയാണ് ശ്രീകാന്ത്, അല്ല നീ ചേട്ടൻ മുകളിലേക്ക് വരാറില്ലല്ലോ, ഇന്നെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയാണ്, അത് പിന്നെ രേവതി ഇല്ലല്ലോ, രേവതി ഇല്ലാത്തത് കൊണ്ട് റൂമിൽ കഴിയാനായിട്ട് പറ്റുന്നില്ല, ഒരു സമയത്ത് അവളില്ലാത്തത് നല്ലതെന്ന് തോന്നും, തല്ലു പിടിക്കാനായിട്ട് ആളൊന്നുമില്ലല്ലോ, സമാധാനം കിട്ടിയെന്ന് ചിന്തിക്കും, മറുഭാഗത്ത് അവളില്ലാത്തത് കൊണ്ടിട്ട് എന്തോ ഒരു വിഷമം നയിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ്, എന്ത് വിഷമം, അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിനക്കത് മനസ്സിലാവുകയൊന്നുമില്ല, അവളുണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ്, ഓഹോ അങ്ങനത്തെ ഒരു തോന്നൽ തോന്നി തുടങ്ങിയോന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറയാണ് കേട്ടോ, ശ്രീകാന്തേ അവിടെ ഇല്ലാത്തതുകൊണ്ടേ എന്തോ ഒരു കുറവ് പോലെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. ഇത് ഒറ്റ എപ്പിസോഡേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്താണ് പറഞ്ഞത്, പെട്ടെന്നല്ല കേട്ടോ പറഞ്ഞു പോയത്. ഇനി ചുരുക്കിയ രീതിയിൽ കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമ്മൾ ചുരുക്കി പറയുന്നതായിരിക്കും കേട്ടോ. ടാറ്റ.